ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 14-ാം അധ്യായം. മൈത്രേയ ഉവാച. ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിനഃ ഗോപ്തര്യ സതി വൈ നൃണാം പശ്യന്തഃ പശുസാമ്യതാം വീരമാദരമാഹൂയ സുനീതാം ബ്രഹ്മവാദിനഃ പ്രകൃത്യ സമ്മതം വേനൻ അഭ്യഷിഞ്ചൻ പദീംബുവഃ. മൈത്രേയർ പറഞ്ഞു, ലോകക്ഷേമത്തെ ജ്ഞാനദൃഷ്ട്യാ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൃഗ്വാദികളായ ആ മുനിമാർ രാജ്യത്തിൽ മര്യാദയെ നിലനിർത്തുവാനായിട്ട് രാജാവില്ലാതെ വന്നാൽ ബലവാന്മാർ ദുർബലന്മാരെ ആക്രമിക്കുകയും ധനധാന്യാദികളെ അപഹരിക്കുകയും ചെയ്യുവാൻ ഇടവരുമ്പോൾ മനുഷ്യരുടെ ആചാരം മൃഗങ്ങളുടെ ആചാരം പോലെ നികൃഷ്ടമായി വരും എന്നാലോചിച്ചിട്ട് ശാസ്ത്രമര്യാദയെ അനുസരിച്ചുകൊണ്ട് രാജാവിനെ നിശ്ചയിപ്പാൻ ഉറച്ചു. ബാല്യം മുതൽക്കു തന്നെ ദുരാചാര തൽപരനായ വേനൻ രാജാസനത്തിൽ വസിപ്പാൻ യോഗ്യനല്ലെന്ന് രാജ്യവാസികൾക്കെല്ലാം അഭിപ്രായമുണ്ട്. എങ്കിലും രാജ്യത്തിന് അവകാശമുള്ള ഒരുവനെ ആ സ്ഥാനത്തിൽ നിന്ന് പെട്ടെന്ന് അകറ്റുന്നതും രാജ്യത്തിൽ കലഹകാരണമായി വരുമെന്നുള്ള ദീർഘദർശനം ചെയ്തിട്ട് അവൻ്റെ മാതാവായ സുനീതയോടുകൂടെ ആലോചിച്ച് സമ്മതം വാങ്ങിയ ശേഷം വേനനെ തന്നെ രാജ്യത്തിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ശ്രുത്വാ നിർഭാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദസ്സൈവ സദ്യഃ സർപ്പത്രസ്ത ഇവാഗവഃ. അതികഠിനമായി ദണ്ഡിക്കുന്ന സ്വഭാവത്തോടുകൂടിയ വേനൻ രാജ്യത്തിൽ രാജാവായിരിക്കുന്നു എന്ന വർത്തമാനം അറിഞ്ഞപ്പോൾ അന്യോപദ്രവകാരികളായ കൊള്ളക്കാർ മുതലായ ദുഷ്ടന്മാർ സർപ്പത്തിൽ നിന്ന് ഭയപ്പെട്ട എലികൾ അവയുടെ മാളങ്ങളിൽ ചെന്നൊളിക്കുന്നത് പോലെ പുറത്തു സഞ്ചരിക്കാതെ അവിടവിടെ ചെന്നൊളിച്ചിരുന്നു. സ ആരൂഢനൃപസ്ഥാന ഉന്നദ്ദോഷ്ട വിഭൂതിഭിഃ അവമേനേ മഹാഭാഗാം സ്തബ്ധസംഭാവിതസ്വതഃ. ജന്മം മുതൽക്കു തന്നെ തന്നെത്താൻ വലിയവനെന്ന് വിചാരിക്കുന്ന ഗർവിഷ്ഠനായ വേനൻ ഇപ്പോൾ രാജാസനത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയവനായി ഭവിച്ചതിനാൽ അഹംഭാവത്തിന് അതിരില്ലാതെയായി. വർണ്ണാശ്രമ ധർമാദികളെ അതിക്രമിക്കാതിരിക്കുന്ന മര്യാദക്കാരെ അവമാനിച്ചു തുടങ്ങി. ഏവം മദാന്ത ഉത്സിക്തോ നിരങ്കുശ ഇവ ദ്വിപഃ പര്യടൻരതമാസ്തായ കമ്പയന്നിവരോദസി നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിത് ഇതിന്നവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവദഃ. സദാചാരത്തെയും ശാസ്ത്രനിശ്ചയത്തെയും അതിക്രമിക്കുന്ന അവൻ രഥത്തിലിരുന്ന് ചങ്ങലയഴിച്ചുവിട്ട മത്തഗജത്തെ പോലെ സർവത്ര സഞ്ചരിക്കുകയും ഭൂമിയെയും ആകാശത്തെയും വിറപ്പിക്കുകയും ചെയ്യുന്നവനായിട്ട്, ഹേ ദ്വിജന്മാരെ, നിങ്ങളിനിമേൽ യജനം ദാനം ഹോമം മുതലായ കർമ്മങ്ങളെ ഒരു കാലത്തും ഒരു ദിക്കിലും ചെയ്തു പോകരുത് എന്ന് ഭേരീഘോഷം ചെയ്ത് ധർമ്മം മുടക്കി. വേനസ്യാവേശ്യമുനയോ ദുർവൃത്തസ്യ വിജേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജു സ്മസത്രിണഃ. ദുർവൃത്തനായ വേനൻ സദാചാരത്തെ മുടക്കിയതുകൊണ്ട് സജ്ജനങ്ങൾ ക്ലേശിച്ചിരിക്കുന്നതിനെ അറിഞ്ഞ മുനിമാർ എല്ലാവരും സംഘം ചേർന്ന് കരുണയോടുകൂടെ ഈ വിധം പറഞ്ഞു. ലോകത്തിൽ സങ്കടം നേരിടുമ്പോൾ വിചാരകുശലന്മാരായ സജ്ജനങ്ങൾ കൂടിച്ചേർന്ന് ദുഃഖനിവാരണ മാർഗത്തെ ആലോചിക്കുന്നത് പുരാണകാലം മുതൽക്കേ സമ്പ്രദായമാണ്. അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോ ദീപ്തേ ഇവ തസ്കരപാലയോഹോ. താഴത്തുനിന്നും മുകളിൽ നിന്നും ഒപ്പം കത്തിക്കാളുന്ന മരത്തിൻ്റെ മധ്യവർത്തികളായ ജന്തുക്കൾക്ക് നേരിടുന്ന കഷ്ടമെന്ന പോലെ ചോരാതി ദുഷ്ടന്മാരിൽ നിന്നും രാജാവിൽ നിന്നും ഒരുപോലെ സജ്ജനങ്ങൾക്ക് മഹത്തായ സങ്കടം നേരിട്ടിരിക്കുന്നു. മഹാകഷ്ടം. അരാജകഭയാദേശ കൃതോ രാജാ തദർഹണഃ തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. രാജാവില്ലാതായി വരുമ്പോൾ ചോരാതി പീഡ ഉണ്ടാകുമെന്നുള്ള ഭയം നിമിത്തം രാജസ്ഥാനത്തിൽ ഇരിപ്പാൻ അയോഗ്യനാണെന്നറിഞ്ഞിരുന്നിട്ടും ഇവനെ രാജാവായി നിശ്ചയിച്ചു. ഇപ്പോൾ ഇവനിൽ നിന്നു തന്നെ അധർമ്മരൂപമായ ഭയം ലോകത്തിന് നേരിട്ടിരിക്കുന്നു. സജ്ജനങ്ങൾക്ക് ക്ഷേമത്തിനുള്ള മാർഗം ഏതാണെന്ന് തീർച്ചപ്പെടുത്തണമല്ലോ.
അഹേരിവ പയപോഷക പോഷകസ്യാപ്യനർത്ഥഭൃത് വേന പ്രകൃത്യൈവ കലഹ സുനീതാഗർഭസംഭവഃ നിരൂപിത പ്രജാപാലഃ സജിഗാംസതി വൈ പ്രജാഃ. പാമ്പിന് പാൽ കൊടുത്തു വളർത്തിയവനു തന്നെ അനർത്ഥം നേരിടുന്നത് പോലെ നമ്മൾക്കു തന്നെ അനർത്ഥം നേരിട്ടുവല്ലോ. മൃത്യുവിൻ്റെ പുത്രിയായ സുനീതയുടെ പുത്രനായ വേനൻ ജന്മം മുതൽക്കു തന്നെ ദുഷ്ടൻ. പ്രജാപരിപാലനത്തിൽ അവനെ നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ തന്നെ പ്രജകളെ ഹിംസിക്കുന്നു. അവൻ്റെ പാപാചരണത്തിന് നമ്മൾ കൂടെ ഭാഗഭാക്കുകളായി ഭവിച്ചു. തഥാപി സാന്ത്വയേ മാമും നാസ്മാംസ്തത്പാദകം സ്പൃശേത് തദ്വിദ്വൽബിരസദ്വൃത്തോ വേനോസ്മാഭി കൃതോ നൃപഃ. അവൻ സന്മാർഗം തെറ്റി നടക്കുന്നുവെങ്കിൽ നമ്മൾ അവനെ യുക്തിവചനങ്ങൾ കൊണ്ട് നല്ല മാർഗത്തിൽ നടത്തിക്കണം. എന്നാൽ അവൻ്റെ പാപാചാരത്തിൻ്റെ ഫലം നമ്മളെ ബാധിക്കാതിരിക്കും. അവൻ ദുർവൃത്തനാണെന്ന് അറിഞ്ഞിരുന്നിട്ടും അവനെ രാജാവാക്കിയത് നമ്മളാകയാൽ അവൻ്റെ പാതകം നമ്മളെ ബാധിക്കാതിരിക്കുകയില്ല. അതിനാൽ അവനോട് സതുപദേശം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. സാന്ധിതോ യതിനോ വാചം ന ഗ്രഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസ. അധർമ്മ തൽപരനായ അവൻ നമ്മളുടെ അനുനയവാക്യത്തെ സ്വീകരിക്കാത്ത പക്ഷം ലോകത്തെ ധിക്കരിച്ചതായ പാപത്താൽ തന്നെ മൃതപ്രായനായിരിക്കുന്ന അവനെ നമ്മളുടെ കോപാഗ്നിയാൽ ദഹിപ്പിച്ചു കളയാം. ലോകരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യുവാൻ പാടില്ലാത്തതല്ലല്ലോ. ഏവമദ്യാവസായൈനം മുനയോ ഗൂഢമന്യവഃ ഉപവ്രജ്യ ബ്രുവൻ വേനം സാന്തയിത്വാ ജസാമഭിഃ. ഇപ്രകാരം നിശ്ചയിച്ച മുനികൾ പുറമെ കോപത്തെ പ്രകാശിപ്പിക്കാതെ വേനൻ്റെ സമീപത്തു ചെന്ന് സാമവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുവാനായി ഇങ്ങനെ പറഞ്ഞു. മുനയ ഊജു നൃപവർയ നിബോധൈതദ്യദത്തേ വിജ്ഞാപയാമബോഹോ ആയുശ്രീബലകീർത്തീനാം തവതാത വിവർധനം. മുനിമാർ പറഞ്ഞു, ഹേ രാജശ്രേഷ്ഠ, അങ്ങയുടെ ആയുസ്സിനും ഐശ്വര്യത്തിനും യശസ്സിനും അഭിവൃദ്ധികരമായിരിക്കുന്ന യാതൊരു സംഗതിയെ അങ്ങയെ ധരിപ്പിക്കുവാൻ ഞങ്ങൾ ഭാവിക്കുന്നുവോ അതിനെ മനസ്സിരുത്തി കേൾക്കണം. ധർമ്മ ആചരിത പുംസാം വാങ്മനക്കായ ബുദ്ധിഭിഃ ലോകാൻ വിശോകാൻ വിതരതി അദാനന്ദ്യമസംഗിനാം. മുനിമാർ ധർമ്മത്തെ ഉപദേശിക്കുകയാണ്. ഹേ രാജൻ, ജനങ്ങളുടെ വാക്ക്, മനസ്സ്, ശരീരം, ബുദ്ധി എന്നിവയാൽ ആചരിക്കുന്ന ധർമ്മം അവരുടെ ശരീരനാശത്തിനു ശേഷം ദുഃഖലേശമില്ലാത്തതായ സ്വർഗാദി ലോകങ്ങളെ നൽകുന്നു. സ്വർഗാദിഭോഗങ്ങളിൽ കാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധ്യാ ധർമ്മം ചെയ്യുന്നവർക്ക് സായുജ്യത്തെയും കൊടുക്കുന്നു. സദേമാവിനേശേദ്വീര പ്രജാനാം ക്ഷേമലക്ഷണഃ യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാദവരോഹതി. അല്ലയോ ശൂരനായ രാജാവേ, പ്രജകളെ ക്ഷേമത്തോടുകൂടെ സംരക്ഷിക്കുന്നതായ അങ്ങയുടെ ആ ധർമ്മം നശിക്കാതെ നോക്കേണ്ടത് ആവശ്യം. അതിൻ്റെ നാശത്തിൽ രാജാവ് ഐശ്വര്യഭ്രഷ്ടനാകും. ഇത് അങ്ങയ്ക്ക് മാത്രമല്ല എല്ലാ രാജാക്കന്മാർക്കും സമാനമാണെന്ന് ധരിച്ചുകൊള്ളുക. രാജന്നസാദ്വമാദേഭ്യ ചോരാദിഭ്യ പ്രജാനൃപഃ രക്ഷൻ യഥാ ബലിം ഗൃഹ്ണൻ ഇഹ പ്രേത്യജമോദതേ. ഹേ രാജൻ, കൈക്കൂലി വാങ്ങുക, കളവു പറയുക മുതലായ ദോഷപ്രവർത്തികളുള്ള മന്ത്രിമാരിൽ നിന്നും കള്ളന്മാർ മുതലായവരിൽ നിന്നും പ്രജകൾക്ക് ഉപദ്രവം നേരിടാത്ത വിധത്തിൽ രക്ഷിക്കുകയും ശാസ്ത്രരീതിയെ അനുസരിച്ച് നികുതി പിരിക്കുകയും ചെയ്യുന്ന രാജാവ് ജീവിച്ചിരിക്കുന്ന കാലം ഈ ലോകത്തിലും മരിച്ചതിൽ പിന്നെ പരലോകത്തിലും സന്തുഷ്ടനായിരിക്കും. യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യത്നപൂരുഷഃ യുജ്യതേ സ്വേന ധർമ്മേണ ജനൈർവർണാശ്രമാത്മകൈഃ തസ്യ രാജ്ഞോ മഹാരാജ ഭഗവാൻ ഭൂതഭാവനഃ പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനേ. ഹേ മഹാരാജാവേ, ഏതൊരു രാജാവിൻ്റെ രാജ്യത്തിലും രാജധാനിയിലും വർണ്ണാശ്രമാദി ധർമ്മങ്ങളെ തെറ്റാതെ ആചരിക്കുന്ന ജനങ്ങൾ അവരവരുടെ ധർമ്മങ്ങളെക്കൊണ്ട് ലോക സംരക്ഷാകർത്താവായും സർവഭൂതസമനായും കർമ്മബലദാതാവുമായി ഇരിക്കുന്ന ഈശ്വരനെ ആരാധിക്കുന്നുവോ നിജശാസനത്തെ അനുസരിച്ച് പ്രജാപരിപാലനം ചെയ്യുന്ന ആ രാജാവിനെക്കുറിച്ച് ലോകേശ്വരനായ ഭഗവാൻ പ്രസാദിക്കുന്നു. ജനങ്ങൾ അനുഷ്ഠിക്കുന്ന ഈശ്വരാരാധനയുടെ ബലം രാജാവിനും സിദ്ധിക്കുന്നു.
തസ്മിം സ്തുഷ്ടേ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരേ ലോകാസപാലാഹേ തസ്മൈ ഹരന്തി ബലിമാതൃദാഹ. 14 ലോകങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെയും ഈശ്വരനായ ആ ഭഗവാൻ പ്രസാദിച്ചുവെങ്കിൽ 4 വിധ പുരുഷാർത്ഥങ്ങളിൽ ഏതൊന്നാണ് ലഭിക്കുവാൻ സാധിക്കാതെയുള്ളത്? ദിക്പാലകന്മാരും സർവ്വലോകങ്ങളും അവരുടെ പ്രവൃത്തികൾ കൊണ്ട് യാതൊരു ഭഗവാനെ ആരാധിക്കുന്നുവോ ആ ദേവൻ്റെ പ്രസാദലാഭം സർവ്വ പുരുഷാർത്ഥത്തെയും സാധിപ്പിക്കുന്നതാണെന്നതിൽ സംശയിപ്പാൻ അവകാശമില്ല. തം സർവലോകാമരയത്ന സംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യത്നൈർവിചിത്രൈര്യജതോപവായതേ രാജൻ സ്വദേശാൻ അനുരോധുമർഹസി. അല്ലയോ രാജാവേ, സർവ്വലോകങ്ങളും ദേവന്മാരും യത്നങ്ങളും ബീജത്തിൽ വൃക്ഷമെന്ന പോലെ ഈശ്വരനിലിരിക്കുന്നു. ലോകങ്ങളെ മര്യാദയിൽ നിന്നു തെറ്റാതെ സംരക്ഷിക്കുവാൻ ഉപകരിക്കുന്ന മാർഗങ്ങളെ ഉപദേശിക്കുന്ന ഋഗ്വാദി വേദങ്ങൾ ഭഗവാന്റെ ആജ്ഞകളാകുന്നു. പൂജയ്ക്കായി ഉപയോഗിക്കാനുള്ള അതാതു ദ്രവ്യങ്ങളായി തീർന്നിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. തപസ്സുകൊണ്ട് മാത്രമേ ഈശ്വര സന്ദർശനം സിദ്ധിക്കുകയുള്ളൂ. ബഹുവിധങ്ങളായ യാഗാദികൾ കൊണ്ട് അങ്ങയുടെ ദേശവാസികളായ ജനങ്ങൾ ആ ഭഗവാനെ ആരാധിക്കുന്നതിനാൽ അങ്ങയുടെ ഐശ്വര്യം അഭിവൃദ്ധിയെ പ്രാപിക്കും. അതിനാൽ ദേശനിവാസികളെ ഈശ്വരാരാധനയിൽ സഹായിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാകുന്നു. യത്നേന യുഷ്മദ്വിഷയേ ദ്വിജാതിഭിർവിദായമാനേന സുരാകലാഹരേഃ സ്വിഷ്ടാസു ദുഷ്ടാഃ പ്രതിശന്തി വാഞ്ചിതം തദ്ദേളനം നാർഹസി വീരചേഷ്ടിതും. അങ്ങയുടെ രാജ്യവാസികളായ ബ്രാഹ്മണാദികൾ ആചരിച്ചു വരുന്ന യത്നത്താൽ ശാസ്ത്രപ്രകാരം പൂജിക്കപ്പെടുന്ന ശ്രീഹരിയുടെ അംശഭൂതന്മാരായ ദേവന്മാർ സന്തുഷ്ടന്മാരായിട്ട് അവരുടെയും അധിപതിയായ അങ്ങയുടെയും അഭീഷ്ടങ്ങളെ നൽകുന്നു. അതുകൊണ്ട് ധീരനായ അങ്ങ് ആ യത്നങ്ങളെ നിരോധിക്കുന്നത് ദേവന്മാരെ അവമാനിക്കുകയാകുന്നു. അതിനാൽ അങ്ങേക്ക് നാശം സംഭവിക്കും. രാജാവായ അങ്ങ് ആവിധം പ്രവർത്തിക്കുന്നത് യോഗ്യമല്ല. വേന ഉവാച ബാലിശാബദയൂയം വൈ അധർമ്മേ ധർമ്മമാനിനഃ യേ വൃത്തിതം പതിം ഹിത്വാ ജാരം പതിമുപാസതേ. വേനൻ പറഞ്ഞു, അധർമ്മത്തെ ധർമ്മമെന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന നിങ്ങൾ മൂഢന്മാർ തന്നെ കഷ്ടം. എല്ലായ്പ്പോഴും വേണ്ടുന്നതെല്ലാം കൊടുത്തു സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് തൽക്കാലാവശ്യത്തിനായി അല്പസമയം സ്നേഹിക്കുന്നതുപോലെ ഭാവിക്കുന്ന ജാരഭർത്താവിനെ ഉപാസിക്കുന്ന മൂഢ സ്ത്രീകളെന്നുപോലെ നിങ്ങൾ സർവദാ പാലിക്കുന്ന എന്നെ ഭജിക്കാതെ വിഷ്ണുവിനെ ഭജിക്കുന്നതുകൊണ്ട് മൂഢന്മാർ തന്നെ. അറിവുള്ള നിങ്ങൾക്കും ഈ ഭ്രമം സംഭവിച്ചത് മഹാകഷ്ടം. അവജാനന്ത്യമീ മൂഢ നൃപരൂപിണമീശ്വരം ജ്ഞാനുവിന്ദന്തി തേ ഭദ്രം ഇഹലോകേ പരത്രജ. യാതൊരുത്തർ സർവദാ സംരക്ഷിക്കുന്ന രാജസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനെ സേവിക്കാതെ അന്യദേവനെ ഉപാസിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമമുണ്ടാകുകയില്ല. കോ യത്നപുരുഷോ നാമ എത്രവോ ഭക്തരീദൃശി ഭർതൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം. ലോകത്തിൽ നന്മതിന്മകൾക്ക് അപ്പപ്പോൾ ബലം നൽകുന്ന രാജാവായ എന്നെ ഒഴിച്ച് കർമ്മബലദാതാവായിട്ട് മറ്റൊരുവൻ ആരാണുള്ളത്? ഇപ്രകാരമുള്ള നിങ്ങളുടെ ഭക്തിക്ക് വിഷയീഭൂതൻ ആരാകുന്നു? ഭർതൃസ്നേഹവിഹീനകളായ കുത്സിത സ്ത്രീകൾ ജാരനെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളുടെ യഥാർത്ഥ പാലകനായ എന്നെ കൂടാതെ മറ്റാരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത്? വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുര്യമോ രവിഃ പർജന്യോ ധനദഃ സോമ ക്ഷിതിരഗ്നിരപാംപതിഃ ഏതേ ചാന്യേ ച വിബുധാഃ പ്രഭവോ വരശാഭയോഃ ദേഹേ ഭവന്തി നൃപദേഹേ സർവദേവമയോ നൃപഃ. വിഷ്ണു, ബ്രഹ്മാവ്, പരമശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, സൂര്യൻ, മേഘാഭിമാനി ദേവനായ പർജന്യൻ, കുബേരൻ, സോമൻ, ഭൂമി, അഗ്നി, വരുണൻ എന്നീ ദേവന്മാരും അനുഗ്രഹിപ്പാനും ശപിക്കുവാനും പ്രഭുക്കളായിരിക്കുന്ന മറ്റന്യദേവന്മാരും രാജാവിൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് രാജാവ് സർവദേവസ്വരൂപനാകുന്നു. തസ്മാൻ മാം കർമ്മഭിർവിപ്ര യജധ്വം ഗതമത്സരാഃ ബലിം ച മഹ്യം ഹരത മത്തോന്യക്കോഗ്രഭുക് പുമാൻ. സകല രാജാക്കന്മാരും സർവദേവ സ്വരൂപന്മാരായിരിക്കുന്നതുകൊണ്ട് ഹേ വിപ്രന്മാരെ, നിങ്ങളുടെ രാജാവായിരിക്കുന്ന എന്നെ പൂജിക്കുന്നതിൽ നിങ്ങൾക്കുള്ള മത്സരബുദ്ധിയെ ഉപേക്ഷിക്കുവിൻ. എനിക്കായിക്കൊണ്ട് ബലിയെ സമർപ്പിക്കുവിൻ.
ആദ്യം ഭുജിപ്പാൻ യോഗ്യത തികഞ്ഞവൻ എന്നേക്കാൾ മീതെ ആരാനുമുണ്ടെങ്കിൽ പറയുവിൻ. മൈത്രേയ ഉവാച. ഇത്തം വിപര്യമതി പാപിയാനുത്പദം ഗതഃ അനുനീയമാനസ്തദ്യാഞ്ചാം ന ചക്രേ ഭ്രഷ്ടമംഗളഃ. മൈത്രേയർ പറഞ്ഞു, ഏറ്റവും പാപപ്രവൃത്തികളെ ചെയ്യുന്നവനും വിപരീത ബുദ്ധിയോടുകൂടിയവനും സദാചാരം തെറ്റി നടക്കുന്നവനും മംഗളപ്രവൃത്തികൾ ഇല്ലാതായിരിക്കുന്നവനുമായ ആ വേനൻ ഋഷികളാൽ അനുനയിക്കപ്പെട്ടുവെങ്കിലും അവർ ചെയ്തതായ പ്രാർത്ഥനയെ ആദരിച്ചില്ല. ഇതിതേ സത്കൃതാസ്തേന ദ്വിജാ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാം ഛായാം തസ്മൈ വിതുര ചുക്രുദുഹു. ഹേ വിതുര, തന്നെത്താൻ പണ്ഡിതനെന്ന അഭിമാനമുള്ള വേനൻ ഇപ്രകാരം മുനിമാരെ അവമാനിച്ചു. വേനൻ്റെ ഐശ്വര്യാഭിവൃദ്ധിക്ക് കാരണമായ അവരുടെ പ്രാർത്ഥനയെ ധിക്കരിക്കുകയും ചെയ്തപ്പോൾ അവർ അവൻ്റെ നേരെ ക്രോധിച്ചു എന്ന് മൈത്രേയർ പറഞ്ഞു. ഹന്യതാമേഷ പാപപ്രകൃതിദാരുണഃ ജീവൻ ജഗതസാവാശു കുരുതേ ഭസ്മസാധ്രുവം. ചില മുനിമാർ മറ്റു മുനിമാരോട് പറയുന്നു, ജന്മനാ ക്രൂരനും പാപിയുമായ ഇവനെ ഹനിക്കുവിൻ. ഇവൻ ജീവിച്ചിരിക്കുന്ന പക്ഷം ഇവൻ്റെ ദുരാചാര അഗ്നി കൊണ്ട് കാലതാമസം കൂടാതെ ലോകത്തെ ഇവൻ ഭസ്മമാക്കും നിശ്ചയം. നായമർഹത്യ സദ്വൃത്തോ നരദേവവരാസനം യോധിയത്നപദീം വിഷ്ണും വിനിന്ദത്യനപത്രഭഃ. സകല യത്നങ്ങളുടെ അതിദേവതയും സർവ്വലോകപാലകനുമായ ശ്രീ വിഷ്ണുവിനെ ലജ്ജ കൂടാതെ യാതൊരുവൻ നിന്ദിക്കുന്നുവോ, ദുർവൃത്തനായ ഈ വേനൻ രാജാവിൻ്റെ ഉത്കൃഷ്ടമായ ആസനത്തിൽ ഇരിപ്പാൻ യോഗ്യനല്ല. കോ വൈനം പരിചക്ഷീത വേനമേകമൃതേ ശുഭം പ്രാപ്തമീദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനഃ. ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇപ്രകാരമുള്ള ഐശ്വര്യം സിദ്ധിച്ചുവോ, ആ ഭഗവാനെ പാപസ്വരൂപനായ വേനൻ ഒരുവനല്ലാതെ മറ്റാരെങ്കിലും ഈ വിധം നിന്ദിക്കുമോ? ഇത്തം വ്യവസിതാ ഹന്തും ഋഷയോരൂഢമന്യവഃ നിജഗ്നർഹും ഹൃദേർവേനം ഹതമച്യുതനിന്ദയാ. ഇപ്രകാരം കൊല്ലുവാൻ നിശ്ചയിച്ച ഋഷികൾ കോപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഹുങ്കാര ശബ്ദങ്ങളാൽ വേനനെ നശിപ്പിച്ചു. ശ്രീ വിഷ്ണുവിനെ നിന്ദിച്ചതുകൊണ്ടുള്ള പാപത്താൽ ഹതപ്രായനായ അവനെ ഹനിച്ചതിൽ അവർക്ക് യാതൊരു ദോഷവുമില്ല. ഋഷിഭിസ്വാശ്രമപദം ഗതേ പുത്രകളേവരം സുനീത പാലയാമാസ വിദ്യായോഗേന ശോചതി. ശാപാഗ്നിയാൽ വേനനെ സംഹരിച്ച ഋഷികൾ അവരുടെ ആശ്രമസ്ഥാനങ്ങളിലേക്ക് പോയി. പുത്രനാശം ചിന്തിച്ച് ദുഃഖിക്കുന്ന മാതാവായ സുനീത ഈശ്വരേച്ഛയെ അനുസരിച്ച് മന്ത്രപൂർവകമായ ഔഷധപ്രയോഗം മുതലായ ചില ഉപായങ്ങളാൽ പുത്രൻ്റെ ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അടുത്തുണ്ടാവാൻ പോകുന്ന അവതാരത്തിന് അനുകൂലമായി പ്രവർത്തിപ്പാൻ ഈശ്വരൻ സുനീതയെ പ്രേരിപ്പിച്ചു. ഏകദാ മുനയസ്തേതു സരസ്വത്സലിലാപ്ലുതാഃ ഹുതാഗ്നിം സത്കദാശ്ചക്രു ഉപവിഷ്ടാ സരിത്തടേ. വേനനെ സംഹരിച്ച ഭൃഗു മുതലായ മുനിമാർ തന്നെ ഒരു ദിവസം സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത് ആ നദീതീരത്തിൽ തന്നെ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ നടത്തിയ ശേഷം അവിടെ ഈശ്വരകഥകളെ കീർത്തിച്ചുകൊണ്ടിരുന്നു. വിക്ഷോത്തിതാൻ മഹോത്പാദാൻ ഭുവർലോകഭയങ്കരാൻ അഭ്യഭദ്രമനാദായ ദസ്യുഭ്യോ ന ഭവേൽഭുവഃ. ലോകത്തിൽ മഹാദോഷങ്ങൾ സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ അവർ കണ്ടപ്പോൾ ലോകരക്ഷയ്ക്കായിട്ടുള്ള രാജാവില്ലാത്തതുകൊണ്ട് അനാഥയായ ഭൂമിദേവിക്ക് കൊള്ളക്കാരിൽ നിന്നും മറ്റും സങ്കടം നേരിടാതിരിക്കണമെന്ന് അവർ മനസാ ദൈവത്തെ പ്രാർത്ഥിച്ചു. ഏവം ഋഷന്തഋഷയോ ദാവതാം സർവതോ ദിശം പാംസു സമുത്തിനോ ഭൂരിശ്ചോരണാമബിലുംപദാം. ഋഷികളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്രമം നടത്തിയാൽ ശാസിപ്പാൻ രാജാവില്ലെന്നറിഞ്ഞ കള്ളന്മാർ സംഘം ചേർന്ന് കൊള്ളയ്ക്കായി ഓടി നടക്കുന്നതിനാൽ അവരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന ധൂളി സർവ്വദിക്കിലും ധാരാളം പൊങ്ങിപ്പരന്നിരിക്കുന്നതിനെ കണ്ടു. തതുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംപതാം ഭർത്തിര്യുപരതേ തസ്മിൻ അന്യോന്യം ച ജിഗാം സദാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാനാവാരയൻ ശക്ത അഭിതദ്ദോഷദർശിനഃ. എങ്ങും ധൂളി പൊങ്ങിയിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ശാസിതാവായിരുന്ന വേനൻ്റെ മരണം നിമിത്തം നിർഭയന്മാരായ ചോരന്മാർ ലോകത്തിലുള്ളവരുടെ ധനം കവർച്ച ചെയ്യുവാനായി സഞ്ചരിക്കുകയാണെന്നും ജനങ്ങൾ ഓരോരുത്തരും
മറ്റോരോരുത്തരെ ഹിംസിപ്പാനും കൊള്ളയിടുവാനുമുള്ള പരിശ്രമത്തിൻ്റെ ബലമാണിതെന്നും ലോകത്തിൽ കൊള്ളക്കാർ അധികരിച്ചിരിക്കുന്നുവെന്നും സ്വപ്രാണനെയും സ്വന്തം ധനത്തെയും സംരക്ഷിപ്പാൻ ധൈര്യമുള്ളവർ കുറഞ്ഞിരിക്കുന്നുവെന്നും ആകപ്പാടെ ലോകം അരാജകമായതുകൊണ്ട് മര്യാദയില്ലാത്തതായി തീർന്നിരിക്കുന്നുവെന്നും മുനിമാർ അറിഞ്ഞു. ഇപ്രകാരം മര്യാദയെ അതിക്രമിച്ചു നടക്കുന്നവരെ സംഹരിപ്പാൻ തങ്ങൾ ശക്തന്മാരാണെങ്കിലും അവരത് ചെയ്തില്ല. തങ്ങൾ രാജ്യപരിപാലനത്തിൽ ഏർപ്പെട്ടവരല്ല, താപസന്മാരാണെന്നുള്ള സ്ഥിതിക്ക് ലോകപരിപാലനത്തിൽ ഏർപ്പെടുന്നത് സ്വധർമ്മത്തെ തെറ്റി നടക്കുന്ന രീതിയാണെന്ന് കണ്ടതുകൊണ്ട് ദുർജനങ്ങളെ ഹിംസിക്കുന്നതിൽ അവർ ഏർപ്പെട്ടില്ല. ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷകഃ സ്രവതേ ബ്രഹ്മ തസ്യാഭി ഭിന്നഭാണ്ഡാത് പയോ യഥാ. എന്നാൽ ആ സംഗതിയിൽ നിന്ന് അവർ തീരെ പിൻവലിച്ചതുമില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആലോചന ഇപ്രകാരമായിരുന്നു: വർണ്ണവിഭാഗത്തിൽ വെച്ച് ബ്രാഹ്മണൻ ഉത്തമൻ, എങ്ങും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന സമവസ്തുവായ ബ്രഹ്മത്തെ എല്ലാറ്റിലും കാണുന്നവനായതുകൊണ്ട് ക്രിയ കൊണ്ടും ഉത്തമൻ, ഒരു വിഷയത്തിലും ആസക്തിയില്ലാതെ ശാന്തനായതുകൊണ്ട് സ്വഭാവം കൊണ്ടും ഉത്തമൻ. ഇത്രയും ഗുണമുള്ളവൻ ദുഃഖിതന്മാരുടെ ദുഃഖനിവൃത്തി വരുത്തുന്നതിൽ ഉദാസീനനായിരുന്നാൽ അവൻ്റെ ബ്രഹ്മതേജസ് ചെറിയ ദ്വാരങ്ങളുള്ള പാത്രത്തിൽ നിന്ന് ജലം ക്രമത്തിൽ ചോർന്നു പോകുന്നത് പോലെ നശിക്കും എന്നുള്ള വിചാരത്താൽ ലോകത്തെ ഉപദ്രവിക്കുന്നവരെ അടക്കുന്നതിൽ ഏർപ്പെടാതിരിപ്പാനും തരമില്ലെന്നുള്ള വിചാരം അവർക്കുണ്ടായി. നാംഗസ്യ വംശോ രാജർഷേർ ഏഷ സംസ്ഥാതു മർഹതി അമോഘവീര്യാ ഹി നൃപ വംശേസ്മിൻ കേശവാശ്രയാഃ. എന്നാൽ രാജ്യത്തിൽ അന്യനായ ഒരുവനെ രാജാവാക്കി നിശ്ചയിപ്പാനും അവർക്ക് മനസ്സുണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ ആ സംഗതിയിൽ അവരുടെ വിചാരം ഇപ്രകാരമായിരുന്നു: രാജർഷിയായ അംഗരാജാവിൻ്റെ ഈ വംശം തീരെ നശിച്ചു പോകുന്നത് ലോകശ്രേയസ്സിന് ഹാനികരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ വംശത്തിൽ ശ്രീനാരായണ പാദാശ്രിതന്മാരായിരുന്ന പ്രിയവ്രതൻ, ഉത്താനപാദൻ, ധ്രുവൻ മുതലായ മഹാരാജാക്കന്മാരുടെ പരാക്രമം അമോഘമായിരുന്നില്ലേ? മഹാപരാക്രമശാലികളായിരുന്ന അവരുടെ വംശവിച്ഛിത്തി വരുത്തുന്നതും ശ്രേയസ്കരമല്ല. വിനിശ്ചിത്യൈവ മൃഷയോ വിപന്യസ്യ മഹീപദേഃ മമന്തുരൂരും തരസാ തത്രാസീത് ബാഹുകോ നരഃ. ഈശ്വരേച്ഛയും മേലിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെയും ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുവാൻ ശക്തന്മാരായിരുന്ന ആ ഋഷികൾ ഇപ്രകാരം നിശ്ചയിച്ചിട്ട് ഈശ്വരേച്ഛയാ മാതാവായ സുനീതയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വേനരാജാവിൻ്റെ മൃതശരീരത്തിൽ അധോഭാഗത്തെ തുടയെ മഥനം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ആ രാജാവിൽ ആശ്രയിച്ചിരുന്ന പാപാംശം ചെറിയ ഒരു മനുഷ്യരൂപത്തിൽ കാണപ്പെട്ടു. കാകകൃഷ്ണോദി ഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാഹനുഃ ഹ്രസ്വപാന്നിംനനാസാഗ്രോ രക്താക്ഷസ്ത്രാമ്രമൂർധജഃ. കാക്കയെപ്പോലെ കറുത്ത ശരീരം, ഉയരം നന്നേ ചുരുക്കം, നീളം നന്നേ കുറഞ്ഞ കൈകൾ, തടിപ്പുള്ള താടിയെല്ലുകൾ, കുറിയ കാലുകൾ, ചുവന്ന കണ്ണുകൾ, ചെമ്പിച്ച തലമുടി, ഇപ്രകാരമാണ് അവൻ്റെ ആകൃതിവിശേഷം. തം തു തേ വനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവം സ്ഥാദാ സനിഷാദസ്തതോഭവത്. ഹേ വിതുര, ഈശ്വരലീലയുടെ വിചിത്രതയെ ആർക്കും അറിയുവാൻ സാധിക്കുകയില്ല. വേനൻ്റെ ദോഷാംശത്തിൽ നിന്ന് ജനിച്ച ആ വികൃത സ്വരൂപൻ ആ മഹർഷിമാരെ നമസ്കരിച്ചു. പുറമേ കാണിച്ച നമ്രഭാവം ഉള്ളിലുണ്ടായിരുന്നതിനാൽ നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഞാൻ എന്തു ചെയ്യണം എന്നവൻ അവരോട് ചോദിച്ചപ്പോൾ നിഷീദ എന്നവർ പറഞ്ഞു. അതിനാൽ അവൻ നിഷാദനായി തീർന്നു. കാട്ടാളവംശത്തിൻ്റെ ആദ്യനാണിവൻ. തസ്യ വംശാസ്തു നൈഷാദ ഗിരികാനനഗോചരാഃ ഏനാഹരജായമാനോ വേനകൽമഷമുൽബണം. പർവ്വതങ്ങളിലും കാടുകളിലും ഇപ്പോഴും അവൻ്റെ വംശക്കാർ വസിക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ വേനൻ്റെ കഠോരമായ പാപത്തിൻ്റെ സ്വരൂപഭൂതനായതുകൊണ്ട് ഋഷികൾ ഇവനെ പർവ്വതത്തിൽ വസിപ്പിച്ചതിനാൽ അവൻ്റെ സന്തതികൾ ഇപ്പോഴും പർവ്വതാദി സ്ഥാനങ്ങളിൽ വസിച്ചു വരുന്നു. ഈ ജാതിയിൽ ഉൾപ്പെട്ടവരെ ഇപ്പോൾ കാട്ടാളന്മാരെന്ന് പറഞ്ഞു വരുന്നു. പാപമൂർത്തികളായതുകൊണ്ടാണ് ഇവരെ അന്നുള്ള മഹാന്മാർ അകറ്റി നിർത്തിയത്. പരമ്പരയാ അത് നിലനിന്നു കൊണ്ടിരുന്നു എന്ന് കരുതണം. 14-ാമത്തെ അധ്യായം സമാപിച്ചു. 15-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.